ആകാശവാണി കോഴിക്കോട്. അശ്വമേധം എന്ന നാടകത്തിൽ കെ സുലോചന പാടിയാണ്. കാണാനില്ലല്ലോ പന്നെ ഇപ്പൊ ഏത് കരിമേ ഉണ്ടായിക്കൂടെ അല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് ആ ചായ ഒന്ന് എടുത്തോ? നല്ല വാവ് ചായ കുടിച്ചോ? ഒന്നുകൂടി ആവാ എന്നാ ബാവക്ക് ഒരു ചായ എടുത്താ എന്റെ പൈസയും ബാവാണ്ട് കൊടുത്തോളല്ലോ. നിങ്ങളെ കണ്ടിട്ട് കൊറേ കാലായി. അപ്പൊ എല്ലാ പുറത്തൊന്നും തരില്ല. കിളി കളിപ്പിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. കാലിന് കുഴപ്പമൊക്കെ തേച്ചിക്കാണ്ട് എല്ലാം നടക്കാനൊന്നും വയ്യ. അല്ല അന്ന് ആയുർവേദ ഒഴിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കാലിന് കൊളത്തി പിടിക്കലേ, കാല് കൊളത്തി പിടിച്ചിട്ട് നിർത്താൻ വയ്യായി. അതൊക്കെ ശരിയായപ്പോ അതിപ്പോ കൊറേച്ചൊക്കെ ആയിട്ട് പിന്നെ വയസ്സൊക്കെ ആയില്ല ആവേ. ഇനി അങ്ങോട്ട് ശരിയാകാനാ മക്കളെ പൈസ അങ്ങനെ ചെലവാക്കാനല്ലാതെ നമുക്കൊരു പ്രയോജനമില്ല. എത്ര കാലം പോകുന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. അത് അങ്ങനെയാണ്. എന്തൊക്കെ പിന്നെ നിങ്ങളെ വർത്താനം? അഞ്ചു പെണ്ണുങ്ങളെ കുട്ടികളൊക്കെ വർത്താനൊക്കെ ഇങ്ങനെ ഈ കാണാത്തത് നമ്മളെ കാണണില്ല. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും കാണണില്ല. പിന്നെ അതൊന്ന് പള്ളിയിൽ എവിടെ വിട്ടിട്ട് ഒരു നോക്ക് കണ്ടാ കണ്ട് അതന്നെ. പിന്നെ പഞ്ചസാര കുറച്ചാലുണ്ട് കേട്ടോ. അങ്ങനെ കുടിച്ച് ഒരു ഭാഗത്തിലായിക്കണ്. മുമ്പ് കൊറേ ഉപയോഗിച്ചാണല്ലോ. അതൊന്നും പറയണ്ട, പഴയതൊന്നും ഓർമ്മയാക്കണ്ട ആകെ. പിന്നെ എന്തൊക്കെയാ ഇപ്പൊ ഏർപ്പാടെന്തെങ്കിലും ഉണ്ടോ? ഏർപ്പാടില്ല, ഇങ്ങനെ നടക്കാണ്. അതൊക്കെ കൂടെ നടക്കട്ടെ. കുട്ടിയൊക്കെ എന്തെങ്കിലും ഏർപ്പാടുണ്ടോ? ഇപ്പൊ ഒരാള് പണി കിട്ടിക്കണ്, വേണ്ട പോയി. മോനെ കരിമ ആ ചായ വേണ്ട കൊണ്ടുപോയി തൊണ്ടയിൽ വെള്ളമില്ല. ഒരു ചായ കൊണ്ട് വെയില് കൊണ്ട് നടന്നിട്ടേ പേപ്പറൊക്കെ ഒന്ന് നോക്കി. പേപ്പറൊന്നും നോട്ടെ. ഞാൻ 2 ദിവസമായി പേപ്പർ നോക്കിയിട്ട്.
നമുക്കൊരു ചായ എടുത്തോളി വെള്ളം കുറച്ച് എന്തൊക്കെയാ വാസുട്ടിന്ന് വൈകിയോ? ഒരു വരെ പോയിന്. എന്താ ആചാരെ പത്രത്തില് നല്ല കാര്യമായിട്ടെന്താ നോക്കാണല്ലോ, എന്താ വിശേഷം? ആ വാസുട്ടിയെ ഇതൊന്നായിട്ട് വായിച്ചാ ഞാൻ വായിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടണില്ല. ഒന്ന് വായിച്ചു നോക്കിയാ ജി എന്താ കഥ. ഞാൻ കണ്ണാടി എടുത്തില്ല ആചാരെ. ആചാര്യ പറയും നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലായി ഉണ്ടാവുമല്ലോ. ഞാനേ അതെ ഒരു സ്കൂൾ കുട്ടീൻ്റെ കഥ ആണത്. ആ കുട്ടി പാഠപുസ്തകത്തിൽ ഉള്ളത് പഠിക്കാത്തതിനെ ഓൻ്റെ ക്ലാസ്സിലെ മാസ്റ്റർ ഒന്ന് നല്ല അടിച്ചതാണ്. ഓൻ അത് വീട്ടിൽ വന്ന് പറഞ്ഞല്ലോ. പറഞ്ഞപ്പോൾ ഓൻ്റെ വീട്ടുകാരും കുട്ടി കുടുംബക്കാരും അയൽവാസികളും എല്ലാം കൂടെ കുടിക്കാണ്ട് സ്കൂളിൽ പോയി. എന്നിട്ട് ആ മാഷാണ്ട് തടഞ്ഞു വെച്ച് അവിടെ ഭയങ്കര കൊല്ലാപ്പായി. അപ്പോൾ കമ്മിറ്റിക്കാരൊക്കെ വന്ന് സ്കൂളിന്റെ കമ്മിറ്റിക്കാരെ ഓല് വന്നിട്ട് പോലീസിന് വിവരം അറിയിച്ച് പോലീസ് വന്ന് മാസ്റ്റാണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടേക്കണ്. ഇനിയിപ്പോ അത് കേസ് മൂട്ടൊക്കെ ആയില്ലേ. എന്നിട്ട് എന്താ ആകാനാ വാസുട്ടിയെ? ആ കമ്മിറ്റിക്കാരുണ്ടല്ലോ സ്കൂളിന്റെ ഓല ആ മാസാണ്ട് 5-6 മാസത്തിനാണ്ട് പുറത്താക്കിയാണ്. എന്താ ചെയ്യാ? ഒന്നും മെല്ലെ തട്ടിയതിനാ പുസ്തക കഴിയുന്നെടുക്കട്ടെ. എന്താ ഉള്ളത്? അതാ പഴംപൊരി പോണ്ട കാക്കോ എണ്ണല്ലേ? എണ്ണല്ലാത്തൊന്നും ഉണ്ടാക്കിയില്ലേ? വേണ്ട, ഞാനതല്ല, ഞാൻ ആലോചിക്കാണ് നമ്മള് പഠിച്ച കാലത്തൊക്കെ എത്രയോ അടിയ ആയിട്ടുണ്ട്. ഡിസ്മാസ്റ്റോടും സേതുമാസ്റ്റോടും പലക്ഷം മാസ്റ്റോടൊക്കെ. അതൊക്കെ നമ്മള് വീട്ടിൽ പോയി പറഞ്ഞിട്ട് വീട്ടിൽ പോയി പറഞ്ഞാല് എന്താ ഉപയോഗിക്കുക? പാപ്പനോടും ഉമ്മനോടും 4 ജാസ്തി കിട്ടും. അതെല്ലാം അടക്കമുള്ളൂ. അന്നത്തെ കാലം അങ്ങനെയല്ലേ. നമ്മളെ കാലം എന്നല്ല ആചാരപ്പോ ചിലൊക്കെ കുട്ടികളുണ്ടല്ലോ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആ ഇതുണ്ടല്ലോ വെറ്റിലേലും ഇങ്ങനെ ചുണ്ണാമ്പ് തെക്കുന്ന കാര്യം ഇങ്ങനെ തോണ്ടിയിരിക്കണേ അതിലങ്ങോട്ട് മുഴുകിയിരിക്കും മക്കൾ. ഈ നാലിന്റെ പുറത്താണെങ്കിൽ ഡോക്ടർമാർ ഈ ചെവിയിൽ വെച്ച് ചെസ്റ്റ് ചെയ്യുന്നല്ലോ, അത് കണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊട്ടന്മാരമായിര ഒന്നും അറിയില്ല. മേപ്പെട്ടം നോക്കി അതിലേക്ക് നോക്കി ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ആചാരെ. നമ്മളോട് എത്താണ് 24 മണിക്കൂർ തന്നെ ഏത് സമയം തോണ്ടിട പണിയാണ്. ആചാര്യർക്ക് കാണാനല്ല, ഒന്ന് ഓനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഇത് തോണ്ടി അടുത്ത് വാപ്പ ഇരുന്നാലും ഉമ്മ ഇരുന്നാലും കുട്ടിയൊക്കെ അറിയില്ല ആരായിരിക്കണേന്ന്. അല്ല മാവേ, നമ്മളിപ്പോ കാണണല്ലേ. ഭക്ഷണം പാത്രത്തിന് തിന്നാനുള്ളത് വെച്ചു കൊടുത്താല് ഒരു കൈയോട്ട് തോണ്ടും ഒരു കൈയോട്ട് എന്താ ഇതിന്റെ ഇപ്പൊ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈല് വേണോ, വേണോ? അതെന്നെ പറഞ്ഞത്. ചെറിയ കുട്ടികൾ കരയുമ്പോ ഉമ്മ എടുത്ത് കൊടുക്കുക, അപ്പോഴേ കുട്ടി ഭക്ഷണം കഴിക്കുള്ളൂ. എന്നിട്ട് എന്തോ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ആ ട്യൂബൊക്കെ വെച്ചു കൊടുക്കണം. യൂട്യൂബ് ഞാൻ എന്റെ മോനെ ഞാൻ കാണലുണ്ട്. ആ പുഴവക്കത്ത് കുത്തിയതാണ്ട് തോണ്ടി കളിക്കല്. ഇന്നെ കാണുമ്പോ അവനക്ക് ഒരു തിരിഞ്ഞളിയാ. അപ്പൊ ഈ സാധനം കണ്ട് ഒളിപ്പിച്ച് വെച്ചിക്കണ്ടേ ഞാൻ പോയതിന്റെ ശേഷം പിന്നെ എടുക്കുള്ളൂ. ഓന് നല്ല ചെക്കനാണ്, പക്ഷെ ഈ തോണ്ടിക്കളിയിലാണ് കുട്ടികൾ ഇങ്ങനെ കേടുവരുന്നത്. ഞാൻ ഓനെ കാര്യമായിട്ട് കണ്ടിട്ടൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞില്ല മറ്റേ കാര്യം. ഏതാ തോണ്ടിക്കളിച്ചല്ലേ നമ്മളെ തെക്കേലെ സുബേറിന്റെ മോള് വെത്തിനെ കൂടാണ്ട് പോയത്. അറിഞ്ഞില്ല? ഇല്ല, അത് 2 ദിവസമായില്ലേ? നിങ്ങളാരും അറിഞ്ഞില്ല? പടച്ചോന, നാട്ടില് പാട്ടല്ലേ, പത്രത്തിലൊന്നും കണ്ടില്ലല്ലോ. ആ 2 ചെവി പൊത്തിയച്ചല്ലേ ഇപ്പൊ നടക്കില്ല റോഡുമേൽ കൂടെ. എവിടുന്നും ആൾക്കാർക്ക് ഇത് പറയാനേ നേരമുള്ളൂ. എന്നിങ്ങനെ കഴിഞ്ഞ കുട്ടിയാണ്. ഇപ്പൊ എന്തായി കുട്ടീന്റെ കാര്യം? ഇക്കാര്യം ഞാൻ 2-3 മാസം മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പെണ്ണ് ആ ചക്കന്റെ കൂടെ ഒളിച്ചോടി പോയിരുന്നു. പിന്നെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണെന്ന്. ഇപ്പൊ ഭക്ഷണത്തിന് പോലും തീരെ ഗതിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിച്ചേരുന്നത് എന്നാണ് കേൾക്കുന്നത്. അതെ, ഈ ഒരു വർത്താനം ഞാനും കേട്ടിങ്ങനെ പറയും. അത് പറ്റ പോക്കാണ്. ആ കുട്ടീൻ്റെ കാര്യം മഹാ കഷ്ടപ്പോ. ആ ചെക്കനുണ്ടല്ലോ ഒരു പണിക്കും പോകൂല. ഓനെ കള്ളും കഞ്ചാവും കളവ് കേസും ഒക്കെ ഉണ്ട്.
പോലീസ് ഇങ്ങനെ അന്വേഷിച്ചു വരല്ലേ. എന്നോട് തന്നെ വന്നിട്ട് 2-3 പ്രാവശ്യം നമ്മളെ ലോഹിദാസൻ പോലീസ് കിട്ടിയില്ലേ ചോദിച്ചിരിക്കണ്. അപ്പം എനിക്കത് പാണ്ട് കപാലത്തിൽ വന്നില്ല, മനസ്സിലായില്ല. ഇപ്പോഴല്ലേ അത് മനസ്സിലാകണത്. ഓനൊരു പിടികിട്ടാ പുള്ളിയാണെന്ന്. ആ പെണ്ണിന്റെ കഷ്ടകാലം എന്നല്ല പറയാ, എന്ത് പറയാനാ പിന്നെ. എങ്ങനെ കഴിഞ്ഞ കുട്ടിയാണത്. എരുമേച്ച് കാണണല്ലോ അവളെ, ആസ്വദിച്ച് കാണണല്ലേ. സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോ കണ്ട കുട്ടിയല്ലത്. ഇപ്പൊ എന്താപ്പ അവസ്ഥ, തിന്നാനും ഇല്ല കുടിക്കാനും ഇല്ല. കരച്ചലോട് കരച്ചൽ. ഓരോ കുട്ടികളെ കൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന ദുരിതേ പറയണ്ട. ഇത് മാത്രമല്ല, നിങ്ങൾ 2-3 ദിവസം പേപ്പറിൽ വേറൊരു വാർത്ത ഉണ്ട്, നിങ്ങൾ വായിച്ചില്ല? നമ്മളെ സ്കൂൾ കുട്ടികൾ മറ്റേ പൈതമക്കള് ബോധപടി മാറാത്ത കുട്ടികളെന്ന് പറഞ്ഞ മാറ്റ കുട്ടികൾ യൂണിഫോമിന് പെരന്ന് കണ്ട് മാന്യമായിട്ട് പോകും സ്കൂൾക്കെന്നും പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ഇവിടെയും ഈ യൂണിഫോമൊക്കെ ആയിട്ട് മാറ്റി കുട്ടികൾ പിന്നെ ഏത് വഴിക്കാ പോകണമെന്നുള്ളത് ഇല്ല. പേപ്പറിൽ 3 ദിവസം മുമ്പ് കൂടി വന്ന വാർത്തയാണ്. ചായ തരോ? അനക്കോ? അനക്കിന്റെ ഇവിടുന്ന് ചായല്ല. എത്രമാതിരി പൈസ തരാണ്ട് എനിക്ക്. നോക്കിയാ ഈ പറ്റുമുക്ക് കണ്ടാ, ഈ പറ്റുമുക്ക് മുഴുവൻ ഞാൻ നോക്കാൻ നിൽക്കുന്നുണ്ട്. മുഴുവൻ എന്റെ അക്കൗണ്ടാ. എത്ര കാലായി പണി ഇല്ലാഞ്ഞിട്ടല്ല കരീംക്ക. ആ പണി ഇല്ലായിട്ട്. പണി ഉണ്ടാവുമ്പോ ഇതിനാണല്ലോ പോയത് അവിടുന്ന് ചായ കുടിക്കാറ്. പണി ഇല്ലാഞ്ഞാൽ എന്റെ അടുത്ത് അല്ലേ? ഇതിന് നടക്കൂല. അവിടെ തന്നെ പോയിക്കില്ല. ഇത് ചായ കൊടുക്കുവോ എനിക്ക്? നമ്മളെ ചെക്കനല്ലേ, ഓൻ പണി ഉണ്ടാവുമ്പോ എന്ത് പറഞ്ഞ ഇത് ഇവിടെ സ്ഥിരം പരിപാടി തന്നെ. ഓൻ കണ്ടില്ല ഇളിച്ചാട്ടിന് ഒരു ചായ തരും കരീംക്ക. പണി ഉണ്ടാവുമ്പോഴൊക്കെ തരണില്ലാന്ന്. പണി ഉണ്ടാവുമ്പോ ആ പൈസ ഇവിടെ കൊണ്ടുപോകും. ഈ പറ്റപ്പ് ഇങ്ങനെ പുസ്തകത്തിൽ എഴുതിയാൽ മൂപ്പർക്കും വേണ്ട ജീവിക്കുക. നോക്കണ്ടേ സുക്കൂറെ? ഓൻകോന്റെ കുടുംബം നോക്കണ്ട. ആഴ്ച തരാൻ പണി ഉണ്ടാവുമ്പോ കരീംക്ക പ്രാവശ്യം കൂടി ഞാൻ കൊടുക്കാം. ഇനി പൈസ കൊടുക്ക് കരീമ. ഓൻ തന്നില്ല, ഞാനാണ് തരും. ഹാജിർ ബാബ പറഞ്ഞില്ലേ അത് കൊടുത്തോളാം. നമ്മളെ ചെക്കനല്ലേ, ഓൻ പണി ഉണ്ടാവുമ്പോ കൊണ്ടേ തരും. അല്ല ബാവ? അല്ല അവന്റെ തലക്കും കുത്തണം നമുക്ക്. പോലീസുകാരുണ്ടല്ലോ. നമ്മളെ പോലീസ് കുട്ടിയല്ല വരുന്നത്. ചാടിക്കാനെത്താവും. എന്തെങ്കിലും കേസാവും, ഗുരുമാലോ അന്വേഷിക്കാനാണെന്നും അറിയില്ല. സിവിലില് എന്താ പോലീസ് കുട്ടിയെന്ന് പണിക്കൊന്നും പോയില്ല നിങ്ങള്? ഇന്ന് പോയിട്ടില്ല സ്റ്റേഷനിൽ അജയറെ. ഇന്ന് വേറെ 1-2 ആൾക്കാരെ കാണണ്ടേനി. നിങ്ങളെ പറ്റി ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് നിർത്തിയിട്ടുള്ളൂ. എല്ലാ കുട്ടിയെ അതെന്തേ? ഈ ഇരിക്കുന്ന ആളറിയില്ലേ നമ്മളെ? നമ്മള് സുക്കൂറല്ലത്. അവന്റെ ചിരി കണ്ടില്ലേ നിങ്ങള്? സുഹൃത്തേട്ടാ വസുചേട്ടാ സുഖല്ലേ? ഭാവന പരിചയല്ലേ നിങ്ങക്ക്? നിങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ചവരല്ലേ? അവനറിയാത്ത ആളില്ലല്ലോ. പത്രത്തിലങ്ങോട്ട് മൊഴിയിരിക്കുക. വന്ന അന്നേരം തുടങ്ങിയതായിരുന്നു. ഞാൻ വരുമ്പോഴത്തെ നിങ്ങളൊരു ചർച്ച നടത്തിനി അവിടെ. ഒന്നുമില്ലാന്ന് നമ്മളെ കുട്ടികളെ കയ്യിൽ അങ്ങനെ തോണ്ടി കളിക്കണേ. മൊബൈലിന്റെ കാര്യങ്ങള് പറയുന്നത്. അതിന്റെ പൊല്ലാപ്പിനെ പറ്റിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. മൊബൈലിന് അത് കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് നമ്മള് രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പരിധി വരെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് അതിൽ ഉത്തരവാദിത്തമുള്ളത്. കുട്ടികൾക്ക് മൊബൈലൊക്കെ ഉണ്ടോ, അല്ലെ മൊബൈൽ എന്താ ചെയ്യണതൊക്കെ ശ്രദ്ധിക്കണം നമ്മള് അല്ലേ? ഇങ്ങനെ നമ്മള് നല്ലപോലെ ശ്രദ്ധിച്ചാൽ കുട്ടികളൊന്നും അങ്ങനെ വഴിതെറ്റി പോകാനൊന്നുള്ള സാധ്യതയൊന്നുമില്ല. നമ്മള് ശ്രദ്ധിക്കണം എന്നുള്ളതുള്ളൂ. നമ്മളെ തുടക്കത്തിൽ ഏതാണ്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ മൊബൈലിലാണ് ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത്. നല്ലതും ചീത്തയിനൊക്കെ മൊബൈല്. അതല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ പോവുകയാണെങ്കിൽ അവരൊക്കെ നേരം വൈകി വീട്ടിൽ വരികയാണെങ്കിൽ നമ്മളെല്ലാവരും അന്വേഷിക്കണ്ടേ? ചോദിക്കണം കുട്ടികളോട്, നിങ്ങൾ എന്താണ് നേരം വൈകിയത്, നിങ്ങൾ എന്താണ് നേരം വൈകിയത്, എവിടെയാണെന്നൊക്കെ നമ്മൾ ചോദിച്ചറിയണ്ടേ? ഒരു കടിയല്ലോ ഈ തൂക്കിച്ച് നോക്കണ്ട കരീമ. ഒരു കടിയാണ് കൊടുത്തത്. ഓൻ തന്നില്ലേ, ഞാനാണ് തരും. എന്ത് ചെറിയ പോയി ചോദിക്കുന്നത്.
ആ റോട്ടുമേലൊന്നും നിന്ന് ചിരിക്കരുത്. വിശക്കുന്നുണ്ടാവുന്നു കൊടുക്കി. പിന്നെ ആചാരെ നമ്മള് കുട്ടികൾക്കൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണ്ടല്ലോ. ആ വാങ്ങിക്കൊടുക്കുന്ന സാധനം അല്ലാത്തതൊക്കെ വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ കുട്ടികൾ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടികളോട് ചോദിക്കണം, ഇത് എവിടുന്ന് കിട്ടി, ആര് തന്ന്, എപ്പം തന്ന് എന്നൊക്കെ നമ്മൾ ചോദിച്ച് അറിയണം. എന്നാലും ഉള്ളു ശരിയാകുക. അല്ലാതെ കുട്ടികളുടെ അടുത്തുണ്ടെങ്കിൽ അത് അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നുള്ള ആ ചിന്ത ഉണ്ടാകരുത്. അത് രക്ഷിതാക്കൾക്ക് അതിലൊരു പ്രത്യേക ശ്രദ്ധ തന്നെ വേണം. അതില്ലല്ലോ അതിപ്പോ ഇല്ല. അതില്ലല്ലോ. ചെറിയ കുട്ടി ഭക്ഷണം കഴിക്കാഞ്ഞാല് ഉമ്മ കൊടുക്കാണ് ഈ സാധനം. അത് എന്തോ ഒരു ട്യൂബ് ഉണ്ടല്ലോ. യൂട്യൂബ് അത് വെച്ച് കൊടുക്കല്ലേ അല്ല സുക്കൂറെ. അല്ല പരസ്യം വേണം കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കണം. കുഞ്ഞവ അത് കൂടാതെ വേറെയുണ്ട്. ഈ മൊബൈലിനെ പറ്റി പറയുകയാണെങ്കിൽ 100 കണക്കിന് നല്ല കാര്യമുണ്ട്, അതിനെക്കാട്ടി കൂടുതൽ ദോഷകാര്യങ്ങളുണ്ട്. നമ്മളെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നല്ല ഭാഗവും ദോഷവാസവും ഒക്കെ ഉള്ളത്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വേഗം കബളിപ്പിക്കാനും പറ്റും. കുട്ടികൾ പല സ്ഥലത്തും കയറാൻ പറ്റാത്ത പല സൈറ്റുകളിലും കയറി ഓലൊക്കെ ഇതിന് അടിമയാകണ മാതിരിലാണ് ഈ മൊബൈലിന്. മൊബൈൽ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രൂപമായിട്ട് മാറും. അങ്ങനെ മൊബൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ വേറെ ഓരോരോ വഴികൾ കാണും. ഇതിനെക്കാട്ടി സ്പീഡുള്ള മൊബൈലാണെങ്കിൽ ഇതിനെക്കാട്ടി നല്ല മൊബൈൽ കാണാൻ കിട്ടാൻ വേണ്ടി അതേമാതിരി മയക്കുമരുന്നും മറ്റുള്ള ഇപ്പം വരുന്ന സ്റ്റാമ്പുകളൊക്കെ ഉണ്ടല്ലോ നാവിൻ്റെ അടിയിലൊക്കെ വെക്കുന്നത്, അങ്ങനത്തെ ശ്രമിക്കുമല്ലോ. അങ്ങനെയാണ് കുട്ടികൾ ഈ മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് മാറുന്നത്. ശരിയാണ് അല്ലേ? അങ്ങനെയല്ല കുഞ്ഞാവ. അപ്പൊ നമ്മളിതിന്റെ നല്ല വശം എന്ന് പറഞ്ഞാല് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ അബ്ദുൾ ടിയാക്ക, സീതാൽ ടിയാക്ക ഇവരൊക്കെയാണ് നമ്മളെ കറണ്ടിന്റെ ബില്ലും ഇതൊക്കെ കൊണ്ട് അടച്ചിരുന്നത്. അതേമാതിരി തന്നെ പഞ്ചായത്ത് ഓഫീസിൽ പോകണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ പോകണമെങ്കിൽ പോലും പോയിട്ട് ശരിയാക്കി തരും. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് കുറെ കുത്തിനെ എല്ലാം സാധിക്കും. നല്ല പോലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതുണ്ട്. അത് ഗൂഗിൾ പേ ആണ് അതിന് പറയാം. ഗൂഗിൾ പേ തന്നെ ഇപ്പൊ നിങ്ങളത് പൈസ ഇല്ല, നിങ്ങൾക്ക് ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരാൻ വേണ്ടി പറ്റും. നിങ്ങള് ബാങ്കിൽ പോയിട്ട് ഇങ്ങനെ ലൈൻ നിൽക്കണ്ട. അതേമാതിരി തന്നെയാണ് നമ്മള് ഗൂഗിൾ പേയിലാണെങ്കിലും പിന്നെ ദൂരത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെ അടുത്ത് മൊബൈൽ ഉണ്ടെങ്കിൽ അതില് അത് നമുക്ക് സൈറ്റിൽ പോയാലും ഇങ്ങനെ പറഞ്ഞു തരും. ഗൂഗിൾ മാപ്പ് ഉണ്ട്. ആ മാപ്പിൽ കൂടെ നമുക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ആ സ്ഥലം വരെ കൊണ്ടുപോയി കാണിച്ചു തരും. അല്ല കുഞ്ഞാവ, അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്, പല കാര്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഈ മൊബൈൽ നമ്മളെ കൈവ കിട്ടിയാല് ഉപയോഗിക്കുന്ന രീതി പോരാണ്. അത് നല്ല കാര്യമുണ്ട്, ചീത്ത കാര്യമുണ്ട്. നല്ല കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ അത് അതേപോലെ മുന്നോട്ട് പോകാം. ചീത്ത കാര്യത്തിൽ നമ്മൾ ഉപയോഗിച്ചാൽ അത് അങ്ങനെയുള്ള വിഷയത്തിൽ നമ്മൾ ചെന്ന് പോകും. അതാണ് അതിന്റെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം. വാസുട്ടിയെ എല്ലാരോടും കൂടി പറയാ. പോവാണ് അജയ്. ഞാൻ സമയം നിസ്കരിക്കാണ്ടേ. അപ്പൊ ഇന്ന് വീട്ടിൽ പോയാല് നമ്മളെല്ലാരും പാടെ നമ്മളെ കുടുംബത്തില് ഈ തോടി കളിക്കുന്നതിനെ പറ്റിയുള്ള നമ്മളെ ശ്രദ്ധ അല്ലേ വേണ്ടത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മളെ കെട്ടുകളിയും കുട്ടികളെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അതുകൊണ്ട് നമ്മുടെ കുടുംബം നന്നാവും. അതാണ് പറയുന്നത്. ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നാവും, കുടുംബം നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ ആ നാട് നന്നാവും, നാട് നന്നായ രാജ്യം നന്നാവും. അങ്ങനെയാണെങ്കിൽ നമ്മളെ രാജ്യം ദൈവത്തിന്റെ സ്വന്തം രാജ്യമായിട്ട് മാറും.